നമ്മുടെ മുടി എത്ര തന്നെ വളർച്ച മുരടിച്ചാലും നാച്ചുറലായിട്ട് നമുക്ക് ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കി തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സിമ്പിളായിട്ട് നമ്മുടെ നാച്ചുറലായിട്ട്, അതായത് നമ്മുടെ വീട്ടിന് മുറ്റത്ത് തന്നെയുള്ള സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ സിറോ അല്ലെങ്കിൽ ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി പൂവാണേ. ഇത് പലതരത്തിലുള്ള ചെമ്പരത്തി പൂവുണ്ട്, നല്ല ഉണങ്ങിയതുണ്ട്, വാടിയതുണ്ട്, പൂവുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു കപ്പാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു കപ്പിൽ 1 കപ്പ് കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ളതാണ്, അതായത് ചമ്പാവരിയുടെ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായത് കാരണം ഞാൻ എത്ര അളവിലാണോ നമ്മുടെ കഞ്ഞിവെള്ളം എടുത്ത് ആ അളവിൽ കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. നമ്മൾ ലൂസായ കഞ്ഞിവെള്ളമാണെങ്കിൽ ഈ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ താരനുണ്ടെങ്കിൽ പൂർണ്ണമായി മാറാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കഞ്ഞിവെള്ളം. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി പൂവായാലും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ആയാലും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് രണ്ടും നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സംഭവങ്ങളാണ്. കഞ്ഞിവെള്ളം ആയാലും നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് എടുത്ത് പുറത്തേക്ക് ഒഴിക്കും, വാടിയ പൂവാണേലും നമ്മളെടുത്ത് ദൂരെ കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. ഈ പൂവിനെയൊക്കെ പിറക്കി വെച്ച് നല്ലവണ്ണം ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ മാസ്കും ഹെയർ പാക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഉണക്കി ഈ ഒരു പരുവത്തിൽ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കേരളത്തിലല്ലാതെ പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഹെയർ പാക്ക്, ഹെയർ മാസ്ക്, ഹെയർ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തി പൂവാണെങ്കിൽ ചെമ്പരത്തി പൂവിടാം, വാടിയ ചെമ്പരത്തി പൂവാണെങ്കിൽ അതിടാം. ഇപ്പം ഞാൻ ഇടുന്നത് ഈ ഉണക്ക ചെമ്പരത്തി പൂവാണേ. അപ്പോൾ ഇത് കുറച്ചളവിലേ ഉള്ളൂ, ഒരു 10, 15, 20 ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് ഇത്ര എടുത്തിട്ട് ആണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ പൂ ഇട്ട് കൊടുക്കാം. പൂ ഇടുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുവേ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പൂവിട്ടാലും ഇതേ ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ ചുമ്മാ വാടിപ്പോകുന്ന പൂവല്ലേ, അതെന്തായാലും പറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗപ്പെടും കേട്ടോ. കണ്ടോ, കളർ കണ്ടോ അതിൻ്റെ. നമ്മൾ ചെമ്പരത്തി പൂവാണ് ഇടുന്നതെങ്കിൽ, അതായത് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂവാണ് ഇടുന്നതെങ്കിൽ ഇതൊരു ലൈറ്റ് കളറിലായിരിക്കും കിട്ടുന്നത്, കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇത് ഉണങ്ങിയത് കൊണ്ട് കുറച്ച് ഡാർക്ക് കളറിലാണ്, നമുക്ക് നല്ല മെറൂൺ കളറിലാണ് ഈ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 5-10 മിനിറ്റ് ഇത് ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വച്ചേക്കാവേ. ഞാൻ ഇതൊരു 5 മിനിറ്റ് വച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ ആ പൂവെല്ലാം വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കുളിക്കുന്നതിനൊരു 10 മിനിറ്റ് മുന്നേ തലയിൽ അപ്ലൈ ചെയ്ത് സ്കാൽപ്പൊക്കെ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവേ.